لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. السلام عليكم ورحمة الله وبركاته. പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ രക്ഷപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. ഈ ഒരു ദിവസത്തിൽ അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ നമ്മളെല്ലാം ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം ഈ ഭൂമി ലോകത്ത് നമ്മൾ ഉണ്ടാകും എന്നറിയില്ല. ആ ഒരു സമയം മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള തർബിയത്ത് ക്ലാസുകൾ നമ്മൾ സംഘടിപ്പിച്ച് നമ്മൾ ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ ദീന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തെ നന്മയിലേക്ക്, ഈമാനിലേക്ക്, ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്നത് മരണത്തിന് ശേഷമുള്ള പരലോക ചിന്തകളാണ്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ മക്കിയായ അധ്യായങ്ങളുണ്ട്, മദനിയായ അധ്യായങ്ങളുണ്ട്. മക്കിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബലൽ ഹിജ്റ, മദനിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഅദൽ ഹിജ്റ. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് മക്കയിലുള്ളപ്പോൾ ഇറങ്ങിയത് മക്കിയ എന്നും മദീനയിലുള്ളപ്പോൾ ഇറങ്ങിയത് മദനിയ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് ചെറിയൊരു ധാരണ പിശക് നമുക്കെല്ലാം വന്നിട്ടുണ്ട്. മക്കിയായ അധ്യായങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയത് മുഴുവൻ മക്കിയയും, ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയത് മുഴുവൻ മദനിയയുമാണ്. ഹിജ്റ പോയതിനു ശേഷം മക്കയിൽ വെച്ച് ഇറങ്ങിയ സൂറത്തുകളാണ് എങ്കിലും അത് മദനിയയിൽ ആണ് പെടുക.
ഉദാഹരണം പറഞ്ഞാൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം ദീന എന്ന ഇസ്ലാമിന്റെ പൂർത്തീകരണം അറിയിച്ചുകൊണ്ടുള്ള ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആയത്തിന്റെ അവതരണം. അറഫ എവിടെയാണെന്ന് നമുക്കറിയാം. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നുള്ളത് അറഫയാണ്. അറഫയിൽ നിൽക്കാതെ ഹജ്ജില്ല. അത് എത്ര ഹോസ്പിറ്റലിൽ കിടക്കുന്നവനാണെങ്കിലും ഹജ്ജിന് വേണ്ടി പോയവൻ എന്ത് ചെയ്യും? അതിന്റെ അധികൃതരായ ആളുകൾ അറഫയിൽ എത്തിക്കും എന്നുള്ളതാണ്. അൽ ഹജ്ജു അറഫ. അത് മക്കയിലാണുള്ളത്. പക്ഷെ ഈ ആയത്ത് നമ്മൾ പരിശോധിച്ചാൽ മദനിയയാണ്. എന്തുകൊണ്ട്? ബഅദൽ ഹിജ്റ എന്നതുകൊണ്ട്. ഇവിടെ നമ്മൾ മക്കിയായ അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഭൂരിഭാഗവും നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, അതിൽ കൂടുതൽ പരലോകത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായങ്ങളും ആയത്തുകളുമാണ് നമുക്ക് കാണാൻ. മദനിയായ അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആരാധനാ കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, അതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആയത്തുകളും അധ്യായങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർ വിശ്വസിച്ചിരുന്നു എങ്കിലും പരിശുദ്ധ ഖുർആൻ അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനെ അറിയേണ്ട മുറപ്രകാരം, മനസ്സിലാക്കേണ്ട മുറപ്രകാരം, കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല എന്നുള്ളതാണ്. ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശ ഭൂമികൾക്കിടയിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെയും പടച്ചത് അല്ലാഹു ആണ് എന്നവർ പറയുമായിരുന്നു. അവരുടെ മറുപടി അങ്ങനെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർ വിശ്വസിച്ചു എങ്കിലും വേണ്ട പോലെ ശരിയായ രീതിയിൽ അവർ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അവർക്ക് മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. പരലോകത്തിലുള്ള വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തു. മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുത്തു. അവരെ നന്മയിലേക്ക് പരിവർത്തിച്ചെടുക്കുമ്പോൾ കാഫിറുകളുടെ വിശ്വാസം എന്നുള്ളത് അഇദാ മിത്നാ വകുന്നാ തുറാബാ ദാലിക റജഉൻ ബഈദ്, ഞങ്ങൾ മരിച്ചതിന് ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട് എന്നാണോ മുഹമ്മദ് നീ പറയുന്നത്? ഞങ്ങളുടെ എല്ലുകളെല്ലാം മണ്ണിനോട് ചേർന്ന് എല്ലാം ദ്രവിച്ചു പോയതിനു ശേഷം ആ എല്ലുകളും ആ തൊലികളും രണ്ടാമത് കൂട്ടിഘടിപ്പിക്കുമെന്നാണോ നീ പറയുന്നത്? അത് വിദൂരമായ കാര്യമാണ്, നടക്കാത്ത കാര്യമാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുവാനും അതുപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ദൃഢപ്പെടുത്തുവാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യൻ സാക്ഷികളായി കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം അവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൂട്ടത്തിൽ പഠിപ്പിച്ച ആയത്തിൽപ്പെട്ടതാണ് സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ ആയത്ത്. മനുഷ്യന്റെ ശ്രദ്ധയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിലേക്ക് കൊണ്ടുപോവുകയാണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നും മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന മഴയെ കുറിച്ച് ചിന്തിക്കുവാൻ പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى
ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ഏകദേശം ആദ്യായത്തിന്റെ തുടക്കത്തിലെ ഒന്നാമത്തെ പേജിന്റെ അരപ്പേജോളമുള്ള ആയത്തുകൾ മനുഷ്യനെന്നും സാക്ഷികളായി കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ലോകത്തുള്ള സകല മനുഷ്യരെയും അല്ലാഹു വിളിക്കാൻ, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅത്ത്, പുനരുദ്ധാരണ നാളിൽ, ബഅത്തിൽ, പരലോക നാളിൽ നിങ്ങൾ സംശയാലുക്കളാണോ? സംശയത്തിലാണ് എങ്കിൽ ഇതിനെ നിഷേധിക്കുന്നവരുണ്ട്, അല്ലാഹു ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്, മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ചില ആളുകളിൽ തന്നെ പരലോകത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാം അല്ലാഹുവിന്റെ സംസാരം, നിങ്ങളെ ആദ്യം നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദ്യത്തെ സൃഷ്ടിപ്പ് അഥവാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സൂറത്തുൽ നിസായിലെ ഒന്നാമത്തെ ആയത്ത് ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ച് പറയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലയോ മനുഷ്യരെ, മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം, തഖ്വയുള്ളവരാകണം. അല്ലാഹുവിന്റെ ജീവിതത്തിൽ പരമാവധി നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ആരാണ് നിങ്ങളുടെ റബ്ബ്? ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണവൻ. അഥവാ ഒന്നാമത്തെ മനുഷ്യൻ, മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് പടച്ചു. അതുപോലെ തന്നെ ആ ഒരു ആദം നബിയുടെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടുന്ന ഇണയായ ഹവ്വാ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുകയും ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാപിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഏത് റബ്ബിനെ കുറിച്ച് നിങ്ങൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നുവോ, ഏത് റബ്ബിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അതുപോലെ തന്നെ വൽ അർഹാം, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ പടക്കുകയും നിങ്ങളെ ബന്ധപ്പെടുത്തുകയും കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കി തരികയും ഉമ്മയെ നിശ്ചയിച്ച് വാപ്പയെ നിശ്ചയിച്ച് അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെ നിശ്ചയിച്ച് സഹോദരങ്ങളെ നിശ്ചയിച്ച് ഇണയുണ്ടാക്കി തന്ന് മക്കളുണ്ടാക്കി തന്ന് അങ്ങനെ ഒരു വലിയൊരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ വല്ലർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ,
തീർച്ചയായും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നിരീക്ഷകനാണ്. അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നിങ്ങളുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ. അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് പടച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇണയെ പടച്ച് അതിൽ നിന്നാണ് ലോകത്തുള്ള സകല മനുഷ്യരെയും ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു പടച്ചത്. നിങ്ങളെ നാം മണ്ണിൽ നിന്ന് പടച്ചു. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ജന്മം, നിങ്ങളുടെ സൃഷ്ടിപ്പ് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ മനി, നമ്മുടെ ബീജത്തുള്ളി, ഇന്ദ്രിയത്തുള്ളി. അതുകൊണ്ടുപോയി ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഭദ്രമായ സ്ഥാനത്ത് കൊണ്ടുപോയി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുകയാണ്. ഈ സംസാരം ആരോടെ നമ്മൾ മറക്കരുത്. ഈ സംസാരം ആരോടാണ് എന്ന് നമ്മൾ മറക്കരുത്. പുനരുദ്ധാരണ നാളിൽ, യൗമൽ ഖിയാമയിൽ, മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ റൈബിലാണോ, സംശയത്തിലാണോ? അത്തരം ആളുകളോടാണ്, അതിൽ വിശ്വസിക്കാത്തവരോട്, സംശയം വെച്ച് നടക്കുന്നവരോട്, അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവരോടാണ് അല്ലാഹുവിന്റെ സംസാരം. മണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ചു, പിന്നീട് നുത്ഫയിൽ നിന്ന് നിങ്ങളെ പടച്ചു. ആ നുത്ഫയെ കൊണ്ടുപോയി മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെച്ച് 40 ദിവസം നുത്ഫയായി. 40 ദിവസം നുത്ഫയായി. 40 ദിവസത്തിന് ശേഷം ആ ഒരു നുത്ഫയെ മാറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അലഖയാക്കി. അലഖ എന്ന് പറഞ്ഞാൽ എന്താ? രക്തക്കട്ട. രക്തം കട്ട പിടിച്ചാലുള്ള അവസ്ഥ എന്താണോ അതാണ് അലഖ എന്ന് പറഞ്ഞാൽ. അങ്ങനെ രക്തക്കട്ടയായിരുന്നു നമ്മളെല്ലാം ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ 40 ദിവസം. അതിനുശേഷം നമ്മൾ ഒരു മാംസക്കട്ട രൂപത്തിലാക്കി. നമ്മളൊരു ബീഫൊക്കെ ഉണ്ടല്ലോ, ബീഫ്, പിന്നെ നമ്മള് വെപ്പാത്ത ഒരു ബീഫ് നമ്മൾ വായിലേക്ക് നന്നായിട്ട് ഇങ്ങനെ കടിച്ച് ചവച്ചരയ്ക്കുമ്പോൾ അതിനുശേഷം ഉണ്ടാക്കുന്ന ഒരു രൂപമുണ്ട് അല്ലെ? ആ കടിച്ച് നന്നായിട്ട് ചവച്ചരച്ച ബീഫ് നമ്മുടെ കയ്യിലേക്കൊന്ന് നമ്മൾ തുപ്പിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രൂപമുണ്ട്. അതാണ് ശരിക്കും മുദ്ഗ എന്ന് പറഞ്ഞാൽ മാംസക്കഷ്ണം. പിന്നെ ആ ചവച്ചരക്കപ്പെട്ട മാംസക്കഷ്ണത്തിന്റെ രൂപത്തിലായിരിക്കും നമ്മളെല്ലാം ഉണ്ടാവുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസം ആ രൂപത്തിൽ നമ്മളെ ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4-ാം മാസത്തിലാണ് ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകുക. 4-ാം മാസത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. 4-ാം മാസം 40 ദിവസം നുത്ഫയാണ്, 40 ദിവസം അലഖയാണ്, രക്തക്കട്ടയാണ്, 40 ദിവസം മുതുകയാണ്. 40 40 40 120. ഒരു മാസം എന്നുള്ളത് 30 ദിവസമാണ്. 30 30 30 30 120 ദിവസം, അഥവാ 4 മാസം ഈ രൂപത്തിൽ ലുത്ഫയായി. ആദ്യത്തെ പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ച് ബാക്കിയുള്ളവരെ ലുത്ഫയിൽ നിന്ന് അലഖയിലേക്ക് മാറ്റി, അലഖയിൽ നിന്ന് മുദ്ഗയിലേക്ക് മാറ്റി. അങ്ങനെ മനുഷ്യന്റെ ആ ശരീരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ പ്രവേശിപ്പിക്കുകയാണ്. ചില ആളുകൾ ആ മുദ്ഗയായിരിക്കെ തന്നെ മരണപ്പെടും. ചില ആളുകൾ അവർ മുന്നോട്ട് പോവുകയാണ്. അവർ പിന്നെ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് അവർ പോവുകയാണ്. മനുഷ്യന്റെ അവൻ ഹയാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ചില ആൾക്കാരൊക്കെ പിന്നെ പ്രസവിച്ച് കുട്ടി മരിച്ച് പിന്നെ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ മറവ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടത് വളരെ കൃത്യമായിട്ട് അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ്. അല്ലാഹു നിശ്ചയിക്കുന്ന സമയം വരെ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നമ്മളെല്ലാം കഴിച്ചുകൂട്ടിയ കാലം ഓരോ കുഞ്ഞും കഴിച്ചുകൂട്ടുകയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ. അങ്ങനെ ഏകദേശം 9-9.5 മാസമായാൽ ഒരു കുട്ടിയായി നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയാണ്. ഒരു തിഫിലായി, ഒരു കുട്ടിയായി നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയാണ്. പുറത്തു വന്ന് ഒന്നും അറിയില്ല, ദുഅഫിന്റെ ഘട്ടമാണ്,
ദുർബലതയുടെ കാലഘട്ടമാണ്. എഴുന്നേൽക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഓടാൻ കഴിയില്ല, ചാടാൻ കഴിയില്ല, ബുദ്ധിശക്തിയില്ല, ഒന്നും ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു കഴിവില്ലാത്തൊരു സാഹചര്യമാണ് ആ തിഫുലിന്റെ കാലഘട്ടം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഒരു ദുഅഫിന്റെ കാലഘട്ടമാണ്. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ കഴിച്ചുകൂട്ടി ഉമ്മയുടെ പരിചരണത്തിൽ ആ മകൻ അങ്ങനെ കഴിച്ചുകൂട്ടുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ എഴുന്നേൽക്കാൻ പഠിക്കുന്നു. പതുക്കെ പതുക്കെ അവിടെയും ഇവിടെയും പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ പിന്നെ നടക്കുകയാണ്, ഓടുകയാണ്. യുവത്തിന്റെ കാലഘട്ടം അതാണ്. യുവത്വ കാലഘട്ടം, സുവർണ്ണ കാലഘട്ടം, ആരോഗ്യ കാലഘട്ടം. അതിനുശേഷം വീണ്ടും പഴയ ദുഅഫിലേക്ക് തന്നെ കടന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഏതൊരു ദുഅഫിൽ നിന്ന് വന്നുവോ അതേ ദുഅഫിലേക്ക് എന്ത് ചെയ്യും? മനുഷ്യൻ കടന്നു പോകും എന്നതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. 3 ഘട്ടങ്ങളാണ് ദുനിയാവിൽ മനുഷ്യന്റെ ജന്മത്തിന് ശേഷം. ഒന്നാമത്തെ ഘട്ടം തിഫുലിന്റെ, മൂന്നാമത്തെ ഘട്ടം വാർദ്ധക്യത്തിന്റെ, അതിന്റെ ഇടയിലുള്ള കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം. 2 ദുർബലതയുടെ ഇടയിലാണ് ഒരു ആരോഗ്യ കാലഘട്ടം. അത് സുവർണ്ണ കാലഘട്ടമാണ്. അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അല്ലാഹു ചോദ്യം ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആരോഗ്യമെന്ന അനുഗ്രഹം നിനക്ക് നൽകിയിട്ട് ആ ആരോഗ്യം എന്തിനാണ് ചെലവഴിച്ചത്? അതിന് കൃത്യമായ മറുപടി പറയാതെ നിന്റെ കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അപ്പൊ ജന്മത്തിന് മുമ്പുള്ള അവസ്ഥ അല്ലാഹു വിശദീകരിച്ചു. എത്ര സുന്ദരമായിട്ട് വിശദീകരിച്ചത്. മനുഷ്യന്റെ ജന്മത്തിന് ശേഷമുള്ള ഘട്ടങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. എന്നിട്ട് അതേ ആയത്തിൽ രണ്ടാമതൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വതറൽ അർള ഹാമിദതൻ ഫൈദാ അൻസൽനാ അലൈഹൽ മാ തസത്ത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. നിനക്ക് കാണാം ദാ ഉണങ്ങിയ വരണ്ട് കിടക്കുന്ന ഒരു ഭൂമി, ഒരു പരിഭൂമി, പച്ചപ്പില്ലാത്തൊരു ഭൂമി, വരണ്ട് കിടക്കുന്ന ഒരു മണ്ണ്. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ ഇറക്കുകയാണ്. ആ മഴ ഇറക്കിയത് മൂലം അവിടെ പച്ചപ്പ് പുല്ലുകൾ മുളയ്ക്കുകയാണ്, അവിടെ പച്ചപ്പുണ്ടാവുകയാണ്. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, വ്യത്യസ്ത രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, വ്യത്യസ്ത രൂപത്തിലുള്ള ചെടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മുളപ്പിച്ചു തരികയാണ്. സൂറത്തുൽ ഫാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വനസല്ലാ മിനസ് സമാഇ മാഅൻ മുബാറക فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. ആകാശത്തുനിന്ന് ബർക്കത്തുള്ള വനസല്ലാ മിനസ് സമാഇ മാഅൻ മുബാറക, ബർക്കത്തുള്ള വെള്ളം നിങ്ങൾ ഇറക്കി തന്നു. എന്നിട്ട് ആ വരണ്ട ഭൂമിയിൽ, ആ പച്ചപ്പില്ലാത്ത ഭൂമിയിൽ ഇതാ വ്യത്യസ്ത രൂപത്തിലുള്ള ചെടികൾ, കായ്കനികൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഉണ്ടാക്കി തരികയാണ്. വ്യത്യസ്ത രൂപത്തിലുള്ള ഈത്തപ്പഴങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകി ആഹാരത്തിന് വേണ്ടി. അല്ലാഹു പറയുകയാണ്, വകദാലികൽ ഖുറൂജ്, ഇതുപോലെ തന്നെയാണ് ഈ മഴ ഇറക്കി ആ പുൽക്കൊടികൾ മുളപ്പിക്കുന്നത് പോലെ നിങ്ങളെ നാം രണ്ടാമതും ജീവിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ അവിശ്വസിക്കുന്നവരാണോ? മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് നിങ്ങൾ അവിശ്വസിക്കാത്തവരാണോ? തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ചവനാരോ, ആദ്യത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ചവനാരോ അവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജന്മത്തെ കുറിച്ച്, സൃഷ്ടിപ്പിനെ കുറിച്ച്, ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥകളെ കുറിച്ച്, അതുപോലെ തന്നെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകളെ കുറിച്ച് മനുഷ്യന്റെ 7 ഘട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ വിശദീകരിച്ചു. അതിനുശേഷം മനുഷ്യന് ആഹാരം ഉണ്ടാക്കുന്ന രൂപം, പുല്ലുകൾ മുളപ്പിക്കുന്ന രൂപം, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ട് ഹജ്ജിലെ 6-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير.
النذير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور ذلك بأن الله തീർച്ചയായിട്ടും ذلك ഈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അഥവാ അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അന്നല്ലാഹ ഹുവൽ ഹഖ് ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമാണ് എന്നതാണ്. ഇന്ന് നിരീശ്വരവാദം നമ്മുടെ നാടുകളിൽ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണുള്ളത്. നമ്മുടെ മക്കളെല്ലാം അതിൽ കുടുങ്ങിപ്പോയി ഭൂരിഭാഗം ആളുകളും ഭൂരിഭാഗം മക്കൾ നമ്മുടെ മക്കളെ അങ്ങാടികളിൽ കോളേജുകളിൽ ഒക്കെ കാത്തിരിക്കുകയാണ്. സ്റ്റോപ്പുകളിൽ നിരീശ്വരവാദികളായ ആളുകൾ അവർ നമ്മുടെ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ മരിച്ചതിന് ശേഷം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് മരണാനന്തര ജീവിതമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മുടെ മക്കളോട് ഇത്തരത്തിലുള്ള ആളുകൾ ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, നമ്മൾ ഖുത്ബയിൽ നിന്ന് കേട്ടു, വാളിൽ നിന്ന് കേട്ടു, അതുപോലെ തന്നെ പിന്നെ ഉമ്മ പറഞ്ഞു, വാപ്പ പറഞ്ഞു, മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു എന്നതല്ലാതെ അല്ലാഹുവിനെ കണ്ടവരാരുമില്ല. മരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഉപ്പയോ ഉമ്മയോ വല്ലിപ്പയോ വല്ലിപ്പമാരോ പൂർവികരായ ആരോ ഒന്നും പറഞ്ഞിട്ടില്ല ഖബറിൽ ഒരു ജീവിതമുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ ഇത് വിശ്വസിക്കുന്നത്? ഇത് വിശ്വസിച്ചാൽ അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പല അടിച്ചുപൊളികളും പല സന്തോഷങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ദുനിയാവിലെ സുഖങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ട് എങ്കിൽ നമ്മൾ നിസ്കരിക്കണം, നോമ്പെടുക്കണം, അതുപോലെ തന്നെ ഖുർആൻ ഓതണം, പഠിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രയാസാണല്ലോ. ഈമാനുള്ളവർക്കാണ് ഇതൊക്കെ സുഖം. ഈമാനുള്ളവർക്കാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനുള്ളവർക്ക് ഇതിലൊക്കെ ഒരു ആനന്ദമുള്ളൂ. ഈമാനില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരക്ക് ഒരു ഭാരാണ്. അപ്പൊ ഈ ഭാരം നമ്മളെന്തിനാ പേറുന്നത്? അതുകൊണ്ട് അല്ലാഹു ഒന്നുമില്ല, പരലോകമൊന്നുമില്ല എന്ന വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നമ്മുടെ മക്കൾ അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? ആണിനെ കല്യാണം കഴിക്കുന്ന സാഹചര്യം, പെണ്ണിനെ കല്യാണം കഴിക്കുന്ന സാഹചര്യം, മാതാപിതാക്കളുടെ സ്നേഹങ്ങൾക്ക് വിലയില്ല, ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിലയില്ല. താന്തോണികളായി ധിക്കാരികളായി ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പുതിയ പുതിയ രൂപത്തിലുള്ള പിന്നെ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാടുകളിൽ വ്യാപകമായി പിന്നെ വരുന്ന ഒരു സാഹചര്യം. നമ്മുടെ മക്കളെല്ലാം അതിന് കുടുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉമ്മയുടെയും ബാപ്പയുടെയും വാക്കുകൾക്ക് ഒരു വിലയും ഒരു പ്രാധാന്യം കൊടുക്കാത്ത സാഹചര്യത്തിലേക്ക് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ഹുവൽ ഹഖ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് മനുഷ്യന്റെ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയിട്ട് ഒന്നാമത് പറഞ്ഞത് അന്നല്ലാഹ ഹുവൽ ഹഖ്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സത്യമാണ്, അവൻ ഉള്ളവനാണ്, അവൻ യാഥാർത്ഥ്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മുട്ടുസൂചി പോലും ശൂന്യതയിൽ നിന്നുണ്ടായതാണ് എന്ന് എടുത്തു പറയാൻ, എടുത്തു കാണിക്കാൻ നമ്മുടെ കയ്യിലില്ല. ഒരു കത്തി, ഒരു പെൻസിൽ, ഒരു റബ്ബർ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇത് ശൂന്യതയിൽ നിന്നുണ്ടായതാണ് എന്ന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു മുട്ടുസൂചി പോലും നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ഈ ആകാശം ഭൂമി, ആകാശഭൂമികൾക്കിടയിലുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? കാരണം ഒരു നിസ്സാരമായ ഒരു വസ്തു പോലും എടുത്തു കാണിക്കാൻ നമ്മുടെ കയ്യിലില്ല. അതാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ബുദ്ധിശാലികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അവർ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുമെന്നുള്ളതാണ്, അവർ ചിന്തിക്കുമെന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സൂറത്ത് ആൽ ഇംറാനിൽ ഈ ആയത്ത് ഇറങ്ങിയ ദിവസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മുഴുവൻ കരഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. രാത്രിയുടെ ആരംഭത്തിലെ കരച്ചിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട്. അവസാനത്തെ കരച്ചിൽ ബാങ്ക് കൊടുക്കാൻ നേരത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുന്നവർ, അതിലൂടെ റബ്ബിനെ കണ്ടെത്തുന്നവർ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവരാണ് യഥാർത്ഥ ബുദ്ധിശാലികൾ എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ
لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. മനുഷ്യരുടെ കൂട്ടത്തിലെ യഥാർത്ഥ ചിന്തിക്കുന്നവർ ബുദ്ധിശാലികൾ. അവർ ആകാശത്തിലേക്ക് നോക്കും, ആകാശത്തെ കുറിച്ച് അവർ ചിന്തിക്കും. ഭൂമിയിലേക്ക് നോക്കും, ഭൂമിയെ കുറിച്ച് അവർ ചിന്തിക്കും. ആകാശത്തിലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള് അല്ലെ, എന്റെ കയ്യിൽ ഒരു മുത്തുസൂചി പോലും എടുത്ത് കാണിക്കാനില്ല, ഒരു നിസ്സാരമായ ഒരു വസ്തു പോലും എടുത്ത് കാണിക്കാനില്ല. ഇത് ശൂന്യതയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയാൻ എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഈ സൂര്യനോ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഒന്നും വെറുതെ ഉണ്ടായതല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ഖാലിഖായ റബ്ബുണ്ട്, ഒരു റാസിഖായ റബ്ബുണ്ട്, ഒരു മുദബ്ബിറായ റബ്ബുണ്ട്, ഒരു മാലിക്കായ റബ്ബുണ്ട്. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അവൻ കണ്ടെത്തുകയാണ്. മാറി മാറി വരുന്ന രാപ്പകലുകളെ കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. സൂര്യൻ സഞ്ചരിക്കുന്നു, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ അല്ലാഹു നിശ്ചയിച്ച സമയം വരെ അഥവാ യൗമുൽ ഖിയാമ വരെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ചന്ദ്രനും അതുപോലെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ആകാശത്ത് ഒരു കലാപം ഉണ്ടായിട്ടില്ല. സൂര്യൻ കൂട്ടിയിടിച്ചിട്ടില്ല, ചന്ദ്രൻ കൂട്ടിയിടിച്ചിട്ടില്ല. കാരണം അതിനെയെല്ലാം സുന്ദരമായി നിയന്ത്രിക്കുന്നവനാണ് രാജാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ അറിയേണ്ടത് പ്രപഞ്ചത്തിലൂടെയാണ്. ഈ പ്രപഞ്ചത്തിൽ എത്ര വ്യത്യസ്ത രൂപത്തിലുള്ള ജീവജാലങ്ങൾ അല്ലെ. ഒരു ചെടി എടുത്താൽ ആ ചെടിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള പൂക്കള്, വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കള്, വ്യത്യസ്ത പിന്നെ സ്മെല്ലുള്ള പൂക്കള്. പഴവർഗ്ഗങ്ങൾ പരിശോധിച്ചാൽ വ്യത്യസ്ത രൂപത്തിലുള്ള രുചിയിലുള്ള പിന്നെ പഴവർഗ്ഗങ്ങൾ അല്ലെ. ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. ഇതൊന്നും പിന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒരു മാലിക്കുണ്ട്, ഒരു മുദബ്ബിറുണ്ട്. അവനാണ് അല്ലാഹു എന്ന് ഇതിനെയെല്ലാം കുറിച്ച് ചിന്തിച്ച് ബുദ്ധിയുള്ളവൻ അല്ലാഹുവിനെ കണ്ടെത്തുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം. ഇപ്പൊ ഞാൻ ഓതി സൂറത്ത് ഹജ്ജിൽ 5-ാമത്തെ ആയത്തിൽ ഞാൻ ഓതി മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു അല്ലെ. നമ്മൾ ആലോചിച്ചു നോക്കിയേ, ഇതാരാണ് നമുക്ക് ഓതി തന്നത്? ഉമ്മിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോളേജിൽ പോയിട്ടില്ല, സയൻസ് പഠിച്ചിട്ടില്ല, ശാസ്ത്രം പഠിച്ചിട്ടില്ല. മുഹമ്മദേ നീ വായിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് മറുപടി പറഞ്ഞ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, അഥവാ അതുപോലെ തന്നെ മഴയെ കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ആഴക്കടലിനെ കുറിച്ച്, എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് എല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തുകളോതി ലോകത്തെ പഠിപ്പിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല. ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല, ഉപകരണങ്ങളില്ല. ഈ 1400-500 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ നോക്കിയ പിന്നെ ഒരുപാട് ശാസ്ത്രം പുരോഗമിച്ചു, ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് ഉപകരണങ്ങൾ ലോകത്ത് കണ്ടെത്തി അല്ലെ. ഇന്ന് വരെ ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ ന്യൂനതയുണ്ട്, പോരായ്മയുണ്ട്. ഇന്ന സ്ഥലത്ത് സമുദ്രത്തെ കുറിച്ച് പറഞ്ഞെടുത്ത്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇന്ന പോരായ്മയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ലോകത്തിൽ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇന്ന് വരെ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല, ഒരു ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല, ഒരു സയൻസിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്, അവനാണ് റബ്ബുൽ ആലമീൻ. നമ്മൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ പറയാറുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീൻ, ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഒഴികെ വേറെ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അത് മുഴുവൻ ആലമൂനിൽ പെട്ടു. അല്ലാഹുവിന് പുറമെ എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അത് മുഴുവൻ ആലമൂൻ എന്ന പദത്തിൽ പെട്ടു. ആ അല്ലാഹുവിന് പുറമെയുള്ളവയുടെ റബ്ബ്, മാലിക്, ഖാലിഖുഹും വമാലികുഹും, മുദബ്ബിർ, മുസർരിഫ് അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
ആ റബ്ബ് സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കപ്പുറമാണുള്ളത്. 7 ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ അർശിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, സഅല സായിലും ബിഅദാബിൻ വാഖിഅ للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, പരലോകത്തിലുള്ള വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇതാ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ചോദിക്കുകയാണ്, മുഹമ്മദേ, കുറെ കാലം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന, ഞങ്ങളുടെ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് നീ പറയുമ്പോ ആ ശിക്ഷയൊന്നും നീ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവാ മുഹമ്മദേ, ഇപ്പൊ കൊണ്ടുവാ, കുറെ കഴിഞ്ഞിട്ടല്ല. ഖുർആൻ പറയാ, للكافرين ليس له دافع من الله ذي المعارج. ആ ശിക്ഷ കുറെ കഴിഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഇപ്പൊ കൊണ്ടുവാ, ഈ സമയത്ത് ഈ സെക്കൻഡ് നീ കൊണ്ടുവാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഇതിൽ പ്രധാനിയായിരുന്നു യദ്റിബുൽ ഹാരിസ് എന്ന വൃത്തികെട്ട മനുഷ്യൻ ബദർ യുദ്ധത്തിൽ പിടിക്കുകയും ബദർ യുദ്ധത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന പ്രകാരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യദ്റിബുൽ ഹാരിസിനെ കൊന്നുകളയുകയും ചെയ്തു. അത്ര വൃത്തികെട്ട മനുഷ്യനായിരുന്നു. പുറം നാടുകളിൽ പോയിട്ട് കച്ചവടം ചെയ്തിട്ട് ആ കച്ചവടം ചെയ്ത് കിട്ടുന്ന പൈസയുണ്ടല്ലോ, സമ്പാദ്യമുണ്ടല്ലോ, ആ സമ്പത്ത് കൊണ്ട് പാട്ട് പഠിക്കുകയാണ്. ആ നാട്ടിലുള്ള രാജാക്കന്മാരെ കുറിച്ചും ആ നാടിനെ കുറിച്ചുമുള്ള കഥകളും കവിതകളും പഠിക്കുകയാണ്. വില കൊടുത്ത് പഠിച്ചുകൊണ്ട് ആ പാട്ടുകളും സംഗീതങ്ങളുമായിട്ട് അവർ മക്കയിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഓതിക്കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഖുർആനിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി. പരിശുദ്ധ ഖുർആനിൽ നിന്ന്, അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി യദ്റിബുൽ ഹാരിസിനെ പോലെയുള്ള ആളുകൾ പുറം നാടുകളിൽ പോയി പാട്ടുകൾ പഠിച്ചു വന്നിട്ട് മക്കയിലുള്ള ആളുകൾക്ക് പാടിക്കൊടുക്കുമ്പോ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, വമിനൻ നാസി മൻ യസ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബുൻ മുഹീൻ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, വിനോദവർത്തമാനങ്ങളെ, ലഹുൽ ഹദീസുകളെ വിലക്ക് വാങ്ങുന്ന ചില ആളുകളുണ്ട്. എന്താണ് ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹുൽ ഹദീസ് അൽ ഗിനാ, അത് സംഗീതമാണ്, വാദ്യോപകരണങ്ങളോട് കൂടിയുള്ള പാട്ടുകളാണ് ഈ ലഹുൽ ഹദീസ്. അത് ഗിനാ എന്നാണ് ലഹുൽ ഹദീസിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അർത്ഥം നൽകിയത്. ആ രൂപത്തിലുള്ള പാട്ടുകൾ വിലക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന ചില ആളുകളുണ്ട്. ഉലൈക ലഹും അദാബുൻ മുഹീൻ. അത്തരം ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. ബദർ യുദ്ധത്തിൽ തടവുപുള്ളിയായി പിടിക്കുകയും ബദർ യുദ്ധത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ചെയ്തു, ആ വൃത്തികെട്ട മനുഷ്യനെ കൊന്നുകളയുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ശിക്ഷ കൊണ്ടുവാ എന്ന് പറഞ്ഞ യദ്റിബുൽ ഹാരിസിന് കൊടുത്ത മറുപടി, സഅലസായിലും ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിദ്. അത്യുന്നതിയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, ഉയരങ്ങളിലാണ് 7 ആകാശങ്ങൾക്കപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. എത്രത്തോളം ഉയരത്തിൽ? അതാണ് തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു മുഅ്മിനിന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചെടുത്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പുതപ്പിലേക്ക് വെച്ചിട്ട് മലക്കുകളുണ്ടല്ലോ, വെളുവെളുത്ത മുഖത്തോടു കൂടിയുള്ള സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന മുഖവുമായിട്ടുള്ള മലക്കുകൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തത് ഉയരങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. അവിടെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര 50,000 വർഷത്തിന്റെ വഴിദൂരം മലക്കുകൾ സഞ്ചരിച്ചിട്ടാണ് ഒരു വിശ്വാസിയുടെ റൂഹിനെ കൊണ്ടുപോകുന്നത്. തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. 50,000 വർഷത്തിന്റെ വഴിദൂരമുണ്ട്. മലഉൽ അഅല എന്ന് പറയാം. മലഉൽ അഅല അല്ലാഹു ഇരിക്കുന്ന ആ ഭാഗത്ത്, അല്ലാഹുവിന്റെ അർശുള്ള ഭാഗത്തിന് എന്താ പറയാ? മലഉൽ അഅല എന്ന് പറയാം. 50,000 വർഷത്തിന്റെ വഴിദൂരം, 7 ആകാശങ്ങൾക്കപ്പുറം. അവിടേക്കാണ് ഒരു വിശ്വാസിയുടെ റൂഹിനെ മലക്കുകൾ കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ അടുത്ത്, അല്ലാഹുവിന്റെ ചാരത്ത് കൊണ്ടുപോയി മലക്കുകൾ വെക്കുന്നത്. അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പരിശുദ്ധ ഖുർആൻ ഓതി അല്ലാഹു ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ആ 50,000 വർഷത്തിന്റെ വഴിദൂരം ഉള്ള അത്രയും ഉയരങ്ങളിലുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ ആ ശിക്ഷയെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, താങ്ങാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ ശിക്ഷയെ നീക്കിക്കളയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും സാധ്യമല്ല. അതാണ് സൂറത്തുൽ മആരിജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള എതിർപ്പുകൾ, ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേട്ട് നീ പതറണ്ട, നിന്റെ ഡ്യൂട്ടി നീ ഒഴിവാക്കണ്ട. നന്നായി ക്ഷമിച്ചോ, സുന്ദരമായി ക്ഷമിക്കുക. എന്നിട്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അധ്യായത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഉയരങ്ങളിലാണുള്ളത്. 50,000 വർഷത്തിന്റെ വഴിദൂരമുണ്ട് ഭൂമിയിൽ നിന്ന് മലഉൽ അഅലയിലേക്ക്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ മലക്കുകളുടെ പിന്നെ ഈമാനും അവരുടെ പിന്നെ പവറും അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന റൂഹും ഒക്കെ ഉണ്ടല്ലോ, അത് വിശ്വാസിയുടെ ആവണ്ടല്ലോ, അതെല്ലാം പരിഗണിച്ച് അവരുടെ വേഗതൊക്കെ പരിഗണിച്ച് 50,000 വർഷത്തിന്റെ വഴിദൂരം ഉണ്ടെങ്കിലും ഒരു ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം കൊണ്ട് അവിടെ എത്തിക്കുമെന്നാണ് സൂറത്തുൽ മആരിജിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ആ അല്ലാഹുവിൽ നമുക്ക് വിശ്വാസമുണ്ടാകാം. അന്നല്ലാഹ ഹുവൽ ഹഖ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഈ പ്രപഞ്ചത്തിൽ അതുപോലെ തന്നെ ഈ പരിശുദ്ധ ഖുർആൻ എന്ന അല്ലാഹുവിന്റെ കലാം ഇന്ന് വരെ ഒരു ന്യൂനതയുണ്ട്, പോരായ്മയുണ്ട് എന്ന് ലോകത്ത് തെളിയിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ കലാം അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കപ്പുറമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുഹീൽ മൗതാ വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ രൂപത്തിൽ തുറാബിൽ നിന്ന്, നുത്ഫയിൽ നിന്ന്, അലഖയിൽ നിന്ന്, മൂലക്കയിൽ പിന്നെ മനുഷ്യനെ എത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉള്ളവനാണ്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു പ്രയാസവുമില്ല. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും മന്ത്രിക്കണം, എപ്പോഴും നമ്മുടെ മനസ്സ് മന്ത്രിക്കണം. മഴ പെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് പറയണം, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു കുരുക്ക് ജനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയണം, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കുള്ള ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പറയണം, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കാരണം പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി തീയെ ഉണ്ടാക്കി തന്നവനാണ്. അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ അറിയാം, അവിടെ തർബികൾ അവർക്ക് പ്രത്യേകിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ചെടികളുണ്ട്, ആ ചെടികളിൽ പച്ചമരമാണ്, അതിന്റെ ഓലകൾ, അതിന്റെ ഇലകൾ പച്ച നിറമാണ്. അവർ ചിന്തിക്കുക, എങ്ങനെ പച്ചമരം എങ്ങനെ കത്തിക്കാം, പച്ചമരം എങ്ങനെ കത്തിക്കാം? ചില മരങ്ങളുണ്ട്, ആ കത്തിക്കാനുള്ള രാസവസ്തുക്കൾ അതിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് അങ്ങനെ അതുമൂലം പച്ചമരം
പച്ചമരങ്ങളെ കത്തിച്ച് തീയുണ്ടാക്കി ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കഴിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പച്ചമരത്തിന് അല്ലാഹു നിങ്ങൾക്ക് തീയെ ഉണ്ടാക്കി തന്നു, അങ്ങനെ നിങ്ങൾ അത് പാചകം ചെയ്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണം. അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. സൂറത്തുൽ ഖിയാമ നമ്മൾ പഠിക്കേണ്ട അധ്യായമാണ്. വായിച്ചു നോക്കണം, തഫ്സീറുകൾ നമ്മൾ പഠിക്കണം. കാരണം ആ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയുടെ തുടക്കഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമാ. മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമാ, നീ വിചാരിക്കുന്നുണ്ടോ നീ മരിച്ചിട്ട് നിന്റെ ശരീരം കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് ഇറക്കി വെച്ച് ആ മണ്ണിനോട് നിന്റെ ശരീരം ചേർന്നാൽ രണ്ടാമത് നിന്റെ എല്ലുകളെ കൂട്ടിഘടിപ്പിക്കുകയില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? അങ്ങനെ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി മനുഷ്യ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമാ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. നിന്റെ റബ്ബ് ആരാണെന്ന് അറിയുമോ? അല്ലാഹനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ചിന്തകൾ. വ്യത്യസ്ത രൂപത്തിലുള്ള വിരലുകളെ നിനക്ക് വേണ്ടി സംവിധാനിച്ചു തന്നവനാണ് നിന്റെ റബ്ബ്. നമ്മളൊന്ന് ആലോചിച്ച് ഈ വിരലുകളെ കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നതല്ലാതെ ചിന്തയില്ല. അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ഉറ്റാലോചിക്കുന്നില്ല. അതാണ് നമ്മുടെ അബദ്ധം. നമ്മൾ ആലോചിച്ചു നോക്കിയ ഈ രൂപത്തിൽ സുന്ദരമായി നമ്മുടെ വിരലുകളെ സംവിധാനിച്ചവൻ എന്നെപ്പോലെ വരലുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലില്ല. നിങ്ങളെപ്പോലെ വരലുള്ള ഒരാളും ലോകത്ത് തന്നെ ഇല്ല. കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിച്ച് മരിച്ചുപോയി. കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നീ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്ത് വരാനുള്ള ലോകാവസാനം സംഭവിക്കുന്നു. ഒരാളുടെയും വിരലുകൾ മറ്റൊരാളെ പോലെയില്ല. ഇത്ര സൂക്ഷ്മമായി ഓരോ വിരലുകളെയും സംവിധാനിച്ച റബ്ബ്, അവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചാൽ രണ്ടാമത് നിങ്ങളെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. അതേ അധ്യായത്തിന്റെ സൂറത്തുൽ ഖിയാമയുടെ അവസാന ഭാഗത്ത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുൻ തുഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى أيحسب الإنسان أن يترك سدى. മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ നീ മരിച്ചതിന് ശേഷം നിന്നെ വെറുതെ വിടുമെന്നാണോ നീ വിചാരിക്കുന്നത്? നിന്നെ വെറുതെ വിടും എന്നാണോ നീ വിചാരിക്കുന്നത്? ചില ആൾക്കാരങ്ങനെ വിചാരിക്കുന്നത് മരിച്ചതിന് ശേഷം ഒന്നും ജീവിതമില്ല. ആ ധാരണകളും ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ നന്നാക്കാത്തത് കൂട്ടരെ. ആ ചിന്ത മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല. നമ്മൾ ആലോചിക്ക്, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എങ്കിൽ ولو كنا إذا متنا تركنا لكان الموت راحة كل حي ولكننا إذا متنا بعثنا ونسأل بعده عن كل شيء ولو كنا إذا متنا تركنا. നാം മരിച്ച് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി നമ്മുടെ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്തു. അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ് എങ്കിൽ പിന്നീട് നമുക്ക് രണ്ടാമതൊരു ജീവിതമില്ല എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ മനുഷ്യർക്കും മരണമെന്നുള്ളത് ഒരു ആശ്വാസവാക്കാകുമായിരുന്നു. മരണമെന്നുള്ളത് ഒരു റാഹത്തിന്റെ വാക്കാകുമായിരുന്നു. കാരണം നൂറുകണക്കിന് പ്രതിസന്ധികളുമായി ജീവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോ എന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ 100,000 ചിന്തകളുണ്ട്, 100,000 ദുഃഖങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എന്റെ സംസാരം ഇവിടെ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഭവനത്തിൽ കേൾക്കുമ്പോ 100,000 ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളുമായിട്ട് കഴിച്ചുകൂട്ടുന്നവരാണ് നമ്മളെല്ലാം. രണ്ടാമതൊരു ജീവിതമില്ല എങ്കിൽ മരണം എന്നുള്ളത് നമുക്കൊരു ആശ്വാസമാകുമായിരുന്നു. ഭൂരിഭാഗം ആളുകളും മരിക്കാൻ വേണ്ടി തയ്യാറാകുമായിരുന്നു. ഏതെങ്കിലും ഒരു ബസിന്റെ മുമ്പിലേക്ക്
ട്രെയിനിലേക്ക് ചാടിയിട്ട് ജീവിതം അവസാനിപ്പിക്കും. ട്രെയിനിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പിന്നെ തലവെച്ച് ജീവിതം അവസാനിപ്പിക്കും. ഏതെങ്കിലും ഒരു ചരടിന്റെ കഴുത്തിൽ കുടുക്കിയിട്ട് ആ രൂപത്തിൽ ആത്മഹത്യ ചെയ്തിട്ട് ആളുകൾ മരിക്കാൻ വേണ്ടി തയ്യാറാകും. എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യക്ക് വേണ്ടി മനുഷ്യന്മാര് തയ്യാറാകാത്തത്? നാം മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഒന്നാമത് നമ്മളെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിപ്പിക്കും. മഴയിറക്കി ഭൂമിയിലെ പുൽക്കൊടികളെ മുളപ്പിക്കുന്നത് പോലെ ഖബറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എഴുന്നേൽപ്പിക്കും. അതാണ് സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സുന്ദരമായി വിശദീകരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ രൂപത്തിൽ സുന്ദരമായി നിന്നെ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഅന്നല്ലാഹ യബ്അതു മൻ ഫിൽ ഖുബൂർ. ഖബറുകളിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിച്ചതിന് ശേഷം ഒരു ജീവിതമില്ല എങ്കിൽ നന്മതിന്മകൾക്ക് എന്തർത്ഥമാണുള്ളത്? കന്നുകാലികൾ ജീവിക്കുന്നത് പോലെ ജീവിച്ച പോലെ, ആടുമാടുകൾ ജീവിക്കുന്നത് പോലെ ജീവിച്ച പോലെ. നമ്മുടെ വീട്ടിൽ കോഴിയുണ്ട്, ആടുണ്ട്. രാവിലെ ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതിനൊക്കെ നമ്മൾ അയച്ചുവിടും. രാവിലെ ആവുമ്പോ നമ്മൾ അയച്ചുവിടും. അവർക്ക് എന്ത് നന്മ, ഒരു തിന്മ ഒന്നുമില്ല. നമുക്ക് നന്മ തിന്മക്ക് നമുക്കുള്ളത്. അവര് ഏത് പറമ്പിലും ഏത് വീട്ടിലും കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്യും? തിന്നും കുടിക്കും. അവരിങ്ങനെ ജീവിക്കും. അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അവരിങ്ങനെ പോകും അല്ലെ. പിന്നെ അമ്മ എന്ന പിന്നെ ബോധമില്ല, പിന്നെ പിതാവെന്ന ബോധമില്ല, മക്കളെന്ന ബോധമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ലൈംഗികതയിൽ ഏർപ്പെട്ട് സുഖിച്ചും ഭോഗിച്ചും ഒക്കെ അവർ ജീവിക്കാൻ. അവരുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമില്ല, അർത്ഥമില്ല. എന്നാൽ നമ്മുടെ ജീവിതം അങ്ങനെയല്ല. വമാ ഖലഖന സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ. ഒരു അർത്ഥമില്ലാതെ, ലക്ഷ്യമില്ലാതെ കളിക്ക് വേണ്ടി ലോകത്തൊന്നിനെയും പടച്ചിട്ടില്ല, മനുഷ്യനെയും പടച്ചിട്ടില്ല. മനുഷ്യന്റെ പിന്നിൽ, ജീവിതത്തിന്റെ പിന്നിൽ കൃത്യമായ അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നന്മ ചെയ്യുന്ന ആളുകൾ, നന്മ ചെയ്യുന്ന ആളുകൾ ഈ ദുനിയാവിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. നന്മ ചെയ്യുന്നവർക്ക് എന്ത് പ്രതിഫല ഉള്ളത്? തിന്മ ചെയ്യുന്നവർക്ക് എന്ത് പ്രതിഫല ഉള്ളത്? 5 വയസ്സ് പ്രായമുള്ള പിഞ്ചോമന മകളെ തട്ടിക്കൊണ്ടുപോയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചിട്ട് ആ പെൺകുട്ടിയെ ക്രൂരമായി കൊന്നുകളഞ്ഞ ആ നരഭോജികളുണ്ടല്ലോ, ആ വൃത്തികെട്ട കാട്ടാളന്മാരുണ്ടല്ലോ, അവരിന്നും കൃത്യമായ ശിക്ഷ ലഭിക്കാതെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തക്കമായ ശിക്ഷ കൊടുക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മളെല്ലാം ഓതിക്കൊണ്ടിരിക്കുന്നത്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ? യൗമുൽ ജസാ, യൗമുൽ ഹിസാബ്, വിചാരണയുടെ ലോകമാണ്. ഒരു വിചാരണയുടെ ലോകം നമുക്കെല്ലാം വരാനുണ്ട്. നമ്മൾ ചെയ്ത ഓരോ നന്മകളും, നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നമ്മളോട് ചോദിക്കുന്ന, വിചാരണ ചെയ്യുന്ന ഒരു ലോകം, ഒരു സമയം, ഒരു സന്ദർഭം. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ചോദിക്കും. നിങ്ങൾക്ക് നാം നൽകിയ ഓരോ അനുഗ്രഹങ്ങളും അത് തീർച്ചയായും ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നന്മതിന്മകൾ തൂക്കി നോക്കുക എന്നുള്ളത് അത് സത്യമായ കാര്യമാണ്. നമ്മുടെ നന്മകൾ അത് തൂക്കി നോക്കും, നമ്മുടെ തിന്മകൾ അതെല്ലാം തൂക്കി നോക്കും. അത് സത്യമായ കാര്യമാണ്. പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന അല്ലാഹുവിന്റെ സുന്ദരമായ നാമങ്ങളിൽ ഒരു നാമമാണ് ദയ്യാൻ. നാമാണ് ദയ്യാൻ. നമ്മൾ പഠിക്കുമ്പോൾ, ഓതുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദയ്യാൻ എന്നൊരു പേര് അല്ലാഹുവിനുണ്ട്. എന്താണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ? മലക് യൗമിദ്ദീൻ എന്ന ഒരു പാരായണം കൂടെ ആയത്തിലുണ്ട്. മാലിക് യൗമിദ്ദീൻ എന്നും ഓതാം, മലക് യൗമിദ്ദീൻ എന്നും വേണമെങ്കിൽ ഓതാം. അങ്ങനെ ആരെങ്കിലും ഓതിയാൽ തെറ്റാണ് നമ്മൾ പറയാൻ പോണ്ട. മാലിക് എന്ന് പറഞ്ഞാൽ രാജാവ്,
പ്രതിഫല ദിവസത്തിന്റെ രാജാവ്, അതുപോലെ തന്നെ പ്രതിഫല ദിവസത്തിന്റെ ഏകാധിപതി, മലക്ക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസത്തിന്റെ ഏകാധിപതി, അതുപോലെ തന്നെ വിധി നിർണയിക്കുന്ന ദിവസത്തിന്റെ വിധി നിർണയിക്കുന്നവൻ അവനാണ് ദയ്യാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ രൂപത്തിലുള്ള ലോകം അനിവാര്യമാണ്. കാരണം നന്മ ചെയ്തവർക്ക് ഇവിടെ പ്രതിഫലം ലഭിക്കുന്നില്ല, തെറ്റ് ചെയ്തവർക്ക്, തിന്മ ചെയ്തവർക്ക് അവർക്കും ഇവിടെ പ്രതിഫലം ലഭിക്കുന്നില്ല, അവർക്ക് തക്കമായ ശിക്ഷ അവർക്ക് ഇവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ഒരു ലോകം അനിവാര്യമാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോ തീർച്ചയായിട്ടും മരിച്ചതിന് ശേഷം നമ്മളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തീർച്ചയായിട്ടും അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും. അത് വരുന്നതാണ്, അത് സംഭവിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ആ വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ നിരീക്ഷണത്തിലാണ് ഞാനുള്ളത്, അവന്റെ പരീക്ഷണത്തിലാണ് ഞാനുള്ളത് എന്ന ബോധത്തോടുകൂടി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഇയ്യാക നഅ്ബുദു, എന്റെ ഇബാദത്ത് മുഴുവൻ നിനക്കാണ് അല്ലാഹ്, എന്റെ ഇബാദത്ത് മുഴുവൻ നിനക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ ജീവിതത്തിലെ എല്ലാം, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ, പ്രഭാതത്തിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം ഞാൻ കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെയുള്ള സമയങ്ങളിൽ എന്തെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ, എന്റെ നോട്ടങ്ങൾ, എന്റെ കേൾവികൾ, എന്റെ സംസാരങ്ങൾ, എന്റെ നമസ്കാരം, എന്റെ ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ എല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇയ്യാക നഅ്ബുദു, അതാണ് ഇയ്യാക നഅ്ബുദു. ഇയ്യാക നഅ്ബുദു, എന്റെ ജീവിതം നിനക്ക് വേണ്ടി മാത്രമാണ്. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ജീവിക്കുന്നത് എന്റെ ഇണക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന രാജാധിപതിയായ റബ്ബിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ആ നിലപാടിലേക്ക് വരണം നമ്മള്, ആ ജീവിതത്തിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. അല്ലാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുപ്പുണ്ടാക്കുന്ന, ദേഷ്യമുണ്ടാക്കുന്ന ഏത് കാര്യം ആര് കൽപ്പിച്ചാലും അത് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. അത് സ്വന്തം മാതാപിതാക്കളാണ് എങ്കിൽ പോലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. അല്ലാഹുവിനെതിരായിട്ട് ഉമ്മയാണ് നിങ്ങളോട് പറയുന്നത് എങ്കിൽ, ഉപ്പയാണ് നിങ്ങളോട് പറയുന്നത് എങ്കിൽ ഫലാ തുതിഉഹുമാ, ആ വിഷയത്തിൽ നിങ്ങൾ ഉമ്മയെയും ബാപ്പയെയും നിങ്ങൾ ആ വിഷയത്തിൽ അനുസരിക്കരുത്. അത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും ജീവിതം നമ്മളൊന്ന് പരിശോധിക്കുക, നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ ജീവിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ല, നിസ്കരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ല, ആരാധനാ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ല. നമ്മൾ ജീവിക്കുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടിയോ, നമ്മുടെ ഇണക്ക് വേണ്ടിയോ, മക്കൾക്ക് വേണ്ടിയോ, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയോ ആണ് ജീവിക്കുന്നത്. അങ്ങനെയല്ല നാം ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹു ആയിരിക്കണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴും പ്രഖ്യാപിക്കുമായിരുന്നു, എന്റെ കൂട്ടുകാരൻ എന്റെ റബ്ബാണ്,
എന്റെ കൂട്ടുകാരൻ എന്റെ റബ്ബാണ്. അബൂബക്കർ എന്റെ ആദർശ സുഹൃത്താണ്. ആദർശത്തിലുള്ള ഒരു സുഹൃത്ത് മാത്രമാണ് അബൂബക്കർ. എന്റെ യഥാർത്ഥ കൂട്ടുകാരൻ എന്റെ റബ്ബാണ് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ മരണത്തിന്റെ വേളയിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചത് ഞാൻ എന്റെ കൂട്ടുകാരന്റെ അത്യുന്നതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്യുന്നതിയിൽ ഉയരങ്ങളിലുള്ള എന്റെ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അല്ലാഹുവിന്റെ കൂട്ടുകാരനായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അഥവാ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആര് ഇഷ്ടപ്പെട്ടാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നില്ല. അതായിരുന്നു അവരുടെ ജീവിതം. ആ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം നാം മരിക്കും, എല്ലാവരും മരിക്കും. സുഹൃത്തുമിനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ. മനുഷ്യന്റെ ജന്മത്തെ കുറിച്ച്, സൃഷ്ടിപ്പിനെ കുറിച്ച് വീണ്ടും വിശദീകരിക്കുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സൂറത്ത് ഹജ്ജിലൂടെ പഠിപ്പിച്ചതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനിലൂടെ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ട് അവസാനം പറയുകയാണ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും സുന്ദരമായ അഹ്സൻ അതിന്റെ പ്രയോഗം നോക്കിയാൽ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അക്ബർ എന്ന് പറയാറുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു കബീർ എന്നല്ല നമ്മൾ പറഞ്ഞത്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. കബീറിനേക്കാളും വലുതാണ് അക്ബർ. അതിനേക്കാളും വലുത് വേറൊന്നുമില്ല. അക്ബർ എന്നതിനേക്കാളും വലുതൊന്നുമില്ല. ആ പ്രയോഗം അറബി അറിയുന്നവർക്കറിയാം. ആ പ്രയോഗമാണ് ഹസൻ എന്നല്ല പറഞ്ഞത്. ഹസൻ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ. കണ്ണ് വെക്കേണ്ടടുത്ത് കണ്ണ് വെച്ച്, മൂക്ക് വെക്കേണ്ടടുത്ത് മൂക്ക് വെച്ച്, കാത് വെക്കേണ്ടടുത്ത്, അങ്ങനെ ഓരോ അവയവങ്ങളും വെക്കേണ്ടടുത്ത് നമ്മൾ ആലോചിച്ച് നോക്ക്. ഒരു കാതില്ലാത്ത അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്ക്, മൂക്കില്ലാത്ത അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്ക്. എന്ത് പോരായ്മയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. എല്ലാം കൃത്യമായി പടച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുകയാണ് തീർച്ചയായിട്ടും നാം അതിനുശേഷം നിങ്ങളെ മരിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ജീവിതയാത്രയില. ഇപ്പൊ നമ്മൾ മരിച്ചിട്ടില്ല. നമ്മുടെ ഉമ്മമാര് മരിച്ചുപോയി, വാപ്പമാര് മരിച്ചുപോയി, ഒരുപാട് ബന്ധുമിത്രാദികൾ മരിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വഴിയാത്രക്കാരന്റെ ജീവിതം പോലെയാണ്. ഒരു വഴിയാത്രക്കാരന്റെ ജീവിതം പോലെയാണ്. നമുക്കിപ്പോ വേങ്ങരയിൽ നിന്ന് നമുക്ക് തൃശ്ശൂര് പോകണമെന്ന് വിചാരിക്കാം. എറണാകുളത്തേക്ക് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകണമെങ്കിൽ അവിടേക്കുള്ള ബസ് വന്നാൽ, അതല്ലെങ്കിൽ എവിടെയാണോ ട്രെയിൻ ഉള്ളത് അവിടേക്ക് നമ്മൾ പോയിട്ട് എവിടെ നിന്നോ വരുന്ന ബസ്സിൽ, എവിടെ നിന്നോ വരുന്ന ട്രെയിനിൽ നമ്മൾ കയറുകയാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ നമ്മൾ ബസ് എത്തിയാൽ ആ ബസ്സിൽ നമ്മൾ കയറുന്ന കുറെ യാത്രക്കാരുണ്ട്. നമ്മൾ കയറിയ സ്റ്റോപ്പിൽ കുറെ ആളുകൾ കയറുന്നു, കുറെ ആളുകൾ ഇറങ്ങുന്നു. ഇടക്കിടക്ക് ഇതാ കുറെ ആളുകൾ അടുത്ത സ്റ്റോപ്പുകളിൽ ഇറങ്ങുന്നു, കയറുന്നു. അവസാനത്തെ സ്റ്റോപ്പ് എത്തിയാൽ എല്ലാവരും ഇറങ്ങിപ്പോകുന്നു. ഇതാണ് മനുഷ്യന്റെ ജീവിതം. ഒരു വഴിയാത്രക്കാരന്റെ ജീവിതം പോലെയാണ് എന്ന് നമുക്കെല്ലാം മനസ്സിലാകുന്ന രൂപത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാം ഈ വാഹനത്തിൽ കയറി വരുമ്പോ ഉമ്മയുണ്ടായിരുന്നു, ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടായിരുന്നു, വെള്ളിമ്മമാര്, വെള്ളിപ്പമാര്, പണ്ഡിതന്മാർ, നേതാക്കന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ച സമയമെത്തിയപ്പോ അവരുടെ റൂഹിനെ പിടിച്ചു. ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞു. അവരെല്ലാവരും ആദം നബി മുതലുള്ള എല്ലാ ആളുകളും ഇന്ന് ബർസഖിയായ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ബർസഖിയായ ലോകം. നമ്മൾ ബർസഖിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാണോ നമുക്ക് അല്ലാഹു ജീവൻ നൽകിയത്, ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെച്ചാണ് നമുക്ക് ജന്മം നൽകിയത്, ആ സമയത്ത് തന്നെ നമ്മൾ അജല് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കാലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയമെത്തിയാൽ, ആ സമയമായാൽ ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ وكل بكم ثم إلى ربكم ترجعون قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വരും, നമ്മുടെ റൂഹിനെ പിടിക്കും. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ റൂഹുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, എന്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ റൂഹ് എന്നും ഇറങ്ങിപ്പോകുന്നു, എന്നും കയറി വരുന്നു. അപ്പോ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ റൂഹില്ല, റൂഹ് എങ്ങോട്ടോ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഉറങ്ങാൻ പോകുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എന്റെ മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച നാഥാ, ഇതാണ് നമ്മുടെ പ്രാർത്ഥന. എന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, എന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഈ റൂഹ് കടന്നു വരുന്നു. എന്നാൽ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചെടുത്ത് എന്നേക്കുമായി നമ്മുടെ റൂഹിനെ കൊണ്ടുപോയാൽ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് യൗമുൽ ഖിയാമയിലാണ്. യൗമുൽ ഖിയാമയിലാണ്. ബർസഖിയായ ലോകത്ത് ശരീരമില്ല, ബർസഖിയായ ലോകത്ത് റൂഹ് മാത്രമാണ്. യൗമുൽ ഖിയാമയിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, മംബഅതനാ മിൻ മർഖദിനാ ഹദാ മാ ബഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ എന്നും പറഞ്ഞ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ മരിച്ചിട്ടില്ല. മരിക്കാനുള്ള സമയം അല്ലാഹു നിശ്ചയിച്ച സമയമായാൽ നമ്മളെല്ലാം റൂഹിനെ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചെടുത്ത് നമ്മളുടെ റൂഹ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിനായി മുത്തഖിയായി മുഹ്സിനായി നമ്മൾ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ 7 കവാടങ്ങളും 7 ആകാശത്തിന്റെ കവാടങ്ങളും നമുക്ക് വേണ്ടി തുറക്കപ്പെടും. എന്നാൽ കാഫിറാണോ, താന്തോണിയാണോ, ധിക്കാരിയാണോ, തന്നിഷ്ടങ്ങൾ പ്രവർത്തിച്ചവനാണോ, അവന്റെ അവസ്ഥയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ലാ തുഫത്തിഹു ലഹുൽ അബ്വാബസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യൽജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒരു കാഫിറിന്റെ ആത്മാവിന് വേണ്ടി, ഒരു സത്യനിഷേധിയുടെ നന്ദി കണ്ടവന്റെ റൂഹിന് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുകയില്ല, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഹസിക്കുകയാണ്. ഹത്താ യൽജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒരു സൂചിയുണ്ടല്ലോ, നമ്മുടെ വസ്ത്രം തുന്നാൻ ഉപയോഗിക്കുന്ന സൂചി, നമ്മുടെ ബട്ടണുകൾ വെക്കാൻ ഉപയോഗിക്കുന്ന സൂചി, ആ സൂചിയുടെ ഓട്ടയിലൂടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നൂല് പ്രവേശിപ്പിക്കുന്നത്. ആ നൂല് പ്രവേശിക്കുന്നത് പോലെ, ഒരു സൂചിയുടെ ഓട്ടയിലൂടെ നൂല് പ്രവേശിക്കുന്നത് പോലെ ഒരു ഒട്ടകം എന്നാണോ കടന്നു പോകുന്നത്, അതുവരെ അന്നത്തെ ദിവസം വരെ ആകാശത്തിന്റെയും സ്വർഗത്തിന്റെയും കവാടങ്ങൾ ഒരു സത്യനിഷേധിക്ക് വേണ്ടി അല്ലാഹു തുറന്നു കൊടുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അഥവാ നടക്കാത്ത കാര്യം അല്ലാഹു അവരെ പരിഹസിക്കുകയാണ്. അതൊരിക്കലും സംഭവിക്കുകയില്ല. ഒരു സൂചിയുടെ ഓട്ടയിലൂടെ ഒട്ടകം പ്രവേശിക്കാത്തതുപോലെ ഒരിക്കലും ആകാശത്തിന്റെ കവാടങ്ങൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹുവിനെ അവഗണിച്ചവർക്ക് വേണ്ടി തുറക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ കലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ മരണം സംഭവിക്കുന്നതോടുകൂടി, നമ്മുടെ റൂഹിനെ പിടിക്കുന്നതോടുകൂടി നമ്മൾ ബർസഖിയായ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, സത്യനിഷേധികളായ ആളുകൾ അവരുടെ റൂഹ് പുറത്തേക്ക് വരുന്നില്ല. അവർ പേടിച്ചു വിറച്ച് അവർ ഉള്ളിലേക്ക് തന്നെ വലിയുകയാണ്, ശരീരത്തിന്റെ ഉള്ളിലേക്ക് തന്നെ വലിയുകയാണ്. കാരണം മലക്കുൽ മൗത്തിനെ കണ്ടു, മലക്കുൽ മൗത്തിന്റെ സംസാരം കേട്ടു, അവന്റെ റൂഹിനെ കൊണ്ടുപോകാൻ വന്ന ആ മലക്കുകളെ കണ്ടു. മലക്കുകളുടെ റൂഹ് റസൂൽ വിശദീകരിച്ചല്ലോ, ഇന്നൽ
تعبد الكافر إذا كان في انقطاع من الدنيا وإقبال من الآخرة نزل إليه ملائكة سود الوجوه. കറുകറുത്ത മുഖത്തോടുകൂടിയിട്ടാണ് പേടിപ്പിക്കുന്ന രൂപത്തിലാണ് മലക്കുകൾ വന്നിട്ടുള്ളത്. ഈ മലക്കുകളെ കാണുമ്പോ മലക്കുൽ മൗത്തിന്റെ സംസാരം അല്ലാഹുവിന്റെ കോപത്തിലേക്ക് വാടോ, അല്ലാഹുവിന്റെ വെറുപ്പിലേക്ക് വാടോ എന്ന് പറഞ്ഞ് അവനെ അഭിസംബോധന ചെയ്യുമ്പോ അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് തന്നെ അവന്റെ ആത്മാവ് വരികയാണ്, പുറത്തേക്ക് വരുന്നില്ല. അവൻ പേടിച്ചു പറച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇതാ മൗത്തിന്റെ കരങ്ങൾ കൊണ്ട് ആഞ്ഞു വീശും, പേടിപ്പിക്കും. അപ്പോഴും അവന്റെ ആത്മാവ് പുറത്തേക്ക് വരികയില്ല. അവൻ റബ്ബിനോട് പറയുകയാണ്, അല്ലാ എന്നെ മടക്കല്ല, ദുനിയാവിൽ ജീവിക്കാൻ അവസരം നൽകി, കിട്ടിയ സമയം കിട്ടിയ ആയുസ് ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലാ, അതുകൊണ്ട് ഈ സെക്കൻഡിൽ നീ എന്നെ മരിപ്പിക്കല്ല അല്ലാ, എനിക്ക് ജീവിക്കാൻ അവസരം നൽകിയാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പോലും അവനായി നീട്ടിക്കൊടുക്കുകയില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. പുനരുദ്ധാരണ നാൾ വരെ ബർസഖിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രവേശിപ്പിക്കും. അഥവാ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപിരിഞ്ഞാൽ പിന്നെ ബർസഖാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഖബറും ബർസഖിൽ പെട്ടു. ഇനി ചില ശരീരങ്ങളുണ്ട്, നമുക്കറിയാം ഖബറിൽ വെക്കാൻ നമുക്ക് കിട്ടൂല, അത് വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടാകും. സമുദ്രത്തിലും പുഴയിലും ഒഴുക്കുള്ള വെള്ളങ്ങളിൽ ഒലിച്ചു പോയി മത്സ്യങ്ങളൊക്കെ തിന്നിട്ടുണ്ടാകും അല്ലെ. അങ്ങനെയുള്ള ഏതാണെങ്കിലും റൂഹ് പിരിഞ്ഞാൽ പിന്നെ ബർസഖാണ്, ബർസഖിയായ ലോകത്താണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. യൗമുൽ ഖിയാമ സംഭവിക്കുന്നത് വരെ, സൂറത്തുൽ കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്നത് വരെ, അത് ഊതിയാൽ തുറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതിയാൽ ഇതാ ആകാശം തകർക്കപ്പെടുന്നു, ഭൂമി തകർക്കപ്പെടുന്നു. ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തകർക്കപ്പെടും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാത്ത ബാക്കിയെല്ലാം നശിക്കും, അല്ലാഹു അല്ലാത്ത ബാക്കിയെല്ലാം നശിക്കും. രണ്ടാമത്തെ ഊത്തിനു വേണ്ടി മലക്കുൽ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എഴുന്നേൽപ്പിക്കുകയും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുമ്പോ എല്ലാവരും ഇതാ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് ഓടി വരികയാണ്. ശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസയിലൂടെ വിശദീകരിച്ചു, മറ്റു അധ്യായങ്ങളിലൂടെ വിശദീകരിച്ചു. ഫൈദാ ജാഅത്തിസ് സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, പരസ്പരം എല്ലാവരും ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഓടുകയാണ്. അല്ലാഹുവിന്റെ മഹ്ശറയിലേക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്കാണ് എല്ലാവരും ഓടുന്നത്. ഉമ്മയെ നോക്കുന്നില്ല, വാപ്പയെ പരിഗണിക്കുന്നില്ല, മക്കളെ ഇണകളെ ആരെയും പരിഗണിക്കുന്നില്ല, പരസ്പരം ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കുന്നില്ല. നഫ്സി 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 നഫ്സി, സ്വന്തം കാര്യം നോക്കി അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിലെത്തിയാൽ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചല്ലോ, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. വിചാരണയ്ക്ക് വേണ്ടി മലക്കുകൾ വരുന്നു, അല്ലാഹു വരുന്നു. മലക്കുകളെല്ലാം അണിയണിയായിട്ടാണ് വരുന്നത്. നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നു. 70,000 ചങ്ങലകളിൽ വലിച്ചു കെട്ടിക്കൊണ്ടാണ് നരകത്തെ കൊണ്ടുവരുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെ ഏത് ചൂട് നീ അനുഭവിച്ചാലും അതിന്റെ എല്ലാം 69 ഇരട്ടി ചൂടാണ് നരകത്തിന്റെ ചൂട് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻമിൻകും ബില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്തമൻ മഖദിയ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا അല്ലാഹുവിന്റെ വിധിപ്രകാരം നരകത്തിന്റെ മുമ്പിൽ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. എല്ലാവരെയും ആദം നബി മുതൽ ലോകാവസാന സമയത്ത് പിറന്നു വീണ കുട്ടിയടക്കം എല്ലാവരെയും നരകത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അല്ലാഹുവിന്റെ തീരുമാനമാണ് എല്ലാവരെയും ഏതൊരു നരകത്തിൽ നിന്നാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് സ്വർഗ്ഗക്കാരെ അല്ലാഹു കാണിപ്പിച്ചിട്ടേ അല്ലാഹു അവരെ സ്വർഗ്ഗത്തിലേക്ക് വിടൂ. ഈ ആയത്ത് കേട്ടുകൊണ്ട് സഹാബത്ത് ആദ്യ രാത്രികളിൽ ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്ന് അവർ കരഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചവർ കരയുകയാണ്. പിന്നെ ഭാര്യ ആദ്യത്തെ രാത്രിയിൽ ചോദിക്കുകയാണ്, തന്റെ പ്രിയമ്മ ചോദിക്കുകയാണ്, എന്ത് പറ്റി? ഈ സന്തോഷിക്കേണ്ട ആഹ്ലാദിക്കേണ്ട ഈ ദിവസത്തിൽ ഈ ആദ്യ രാത്രിയിൽ താങ്കൾ കരയുകയാണ്, എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് പറയാണ്, സൂറത്ത് മറിയമിലെ ഈ ആയത്ത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു. ഈ ആയത്ത് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞത്. എന്തായത്ത്? അല്ലാഹുവിന്റെ വിധിപ്രകാരം ലോകത്തുള്ള സകല മനുഷ്യരെയും നരകത്തിന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവന്നിട്ട് എല്ലാ മനുഷ്യരെയും നരകം കാണിപ്പിച്ചു കൊടുക്കുകയാണ്. ആ നരകം ഇങ്ങനെ മനുഷ്യൻ കാണുമ്പോ പരലോകം നഷ്ടമായവൻ, സ്വർഗം നഷ്ടമായവൻ അവൻ വിലപിക്കുകയാണ്, എന്റെ നാശമേ, എന്റെ നഷ്ടമേ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നേനെ. 8 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. 8 മണിക്ക് നമുക്ക് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിർത്തി നമുക്ക് ജമാഅത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെ, അവൻ ആലോചിക്കുക, ഞാൻ മുൻകൂട്ടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞവൻ വിലപിക്കുകയാണ്. അങ്ങനെ എല്ലാ മനുഷ്യരും നരകം കണ്ടാൽ നരകത്തിന്റെ മുകളിലൂടെ സിറാത്ത് പാലമുണ്ട്. ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിറാത്ത് പാലത്തിലൂടെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവർ, അല്ലാഹുവിനെ ജീവിച്ചവർ, അല്ലാഹുവിനെ അനുസരിച്ചവർ ആ സിറാത്ത് പാലത്തിലൂടെ നരകത്തിന്റെ മുകളിലുള്ള പാലത്തിലൂടെ അവർ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ്. ആ പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയാത്തവരെ സിറാത്ത് പാലത്തിന്റെ കൊളത്തുകൾ അവരെ നരകത്തിലേക്ക് വലിച്ചിടുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. കുറ്റവാളികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയും. ഇതൊക്കെ നാളെ നമുക്ക് മരണത്തിന് ശേഷം യൗമുൽ ഖിയാമയിൽ വരാനിരിക്കുന്ന അവസ്ഥകളാണ്. പ്രിയമുള്ളവരെ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ, വളരെ വിശാലമായ വിഷയമാണ്. നമുക്ക് മരണം ഒരാഴ്ച ചർച്ച ചെയ്യാനുണ്ട്, ഖബർ ബർസഖ് രണ്ടാമത്തെ ആഴ്ച ചർച്ച ചെയ്യാനുണ്ട്, ഹിസാബ്, അതുപോലെ തന്നെ മീസാൻ, സ്വർഗം നരകം എല്ലാം നമുക്ക് ഓരോ ആഴ്ചകളിലും മണിക്കൂറുകൾ വെച്ച് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. ഞാൻ മൊത്തത്തിൽ ഒരു പരലോക ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് ആകെ തുകയായിട്ട് മാത്രം. അതുകൊണ്ട് കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നമ്മളെ സൃഷ്ടിച്ചവനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ പരിപാലിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനുള്ള വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കുവാനും അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവരാണ് എന്ന ആ വിശ്വാസം ചില്ലിട്ട് സൂക്ഷിക്കുവാനും ഇനിയുള്ള കാലങ്ങളിൽ ആ മരണാനന്തര ജീവിതത്തിനു വേണ്ടി നമ്മൾ അല്ലാഹുവിനു വേണ്ടി നമ്മുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ജീവിതത്തിന്റെ എല്ലാം അല്ലാഹുവിനു വേണ്ടി, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സകലതും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. തൗഹീദുള്ളവരാവുക, ജീവിതത്തിൽ ശിർക്കുകൾ ഉപേക്ഷിക്കുക, ഇഖ്ലാസുള്ളവരായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി മുത്തഖിയായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അഅ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വലം
ودمر أعداءك أعداء الدين. اللهم